ഹലോ, വെൽക്കം ടു സെറോ ടു എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് 200 രൂപയാണ്. നിങ്ങൾക്ക് എല്ലാ യൂണിറ്റിൻ്റെയും എല്ലാ ബ്ലോക്കിലെ എല്ലാ യൂണിറ്റിൻ്റെയും വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. ഈ 4 കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത്, നിങ്ങൾ ടെലഗ്രാം ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. അതുകൊണ്ട് ടെലഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് GPay ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ എല്ലാവരും സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം, ഓക്കെ അല്ലേ? അപ്പോൾ യെസ്, ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമുക്ക് വരുന്ന ഇത്, അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, ഇതിൽ ബ്ലോക്ക് 1 ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ചോദ്യം, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് കമ്മ്യൂണിക്കേഷൻ മക്കളെ? കമ്മ്യൂണിക്കേഷൻ കെയിം ഫ്രം ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ. എല്ലാവർക്കും അറിയാം, മീൻസ് ടു ഷെയർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിക്കെയറിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ടു ഷെയർ എന്നാണെന്നുള്ളതും എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നമ്മളൊരു ചോദ്യം പറഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യുന്ന രീതി ഓരോ പോയിന്റ് വൈസ് ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ കാര്യം, നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതിൽ നിങ്ങൾക്ക് 3 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യുമ്പം അതിൻ്റെ 3 പോയിന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വെച്ചത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ടു ഷെയർ എന്നാണ് കമ്മ്യൂണിക്കെയറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ കെയിം ഫ്രം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടു ഷെയർ കമ്മ്യൂണിക്കെയർ. ഓക്കെ, it is a process by which information is exchanged between individuals using symbols, gestures, signs and behavior. ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച്, അതൊരു പ്രക്രിയയാണ്. എന്ത്? ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ്. ഇൻഫർമേഷൻ എന്താണ്? എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് യൂസിങ് സിംബൽസ്. ഇൻഡിവിജ്വൽസിന് ആയിട്ട് യൂസിങ് സിംബൽസ്, എന്തെങ്കിലും സിംബൽ കൊണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ആംഗ്യം കൊണ്ടോ, അല്ലെങ്കിൽ സൈൻസ് എന്തെങ്കിലും സൈന് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ബിഹേവിയർ കൊണ്ടോ, ഓക്കെ, നമ്മൾ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത്, ദ എയിം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. എന്തിനാ കമ്മ്യൂണിക്കേഷൻ? വെറുതെ ആണോ? അല്ല, അതിൻ്റെ ലക്ഷ്യം എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, തോട്ട്സ്, ചിന്തകൾ, ഐഡിയകൾ, ചിന്തകൾ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യണം. ആൻഡ് ഫീലിങ്സും ഇൻ ദ മൈൻഡ് ഓഫ് എ പേഴ്സൺ ടു അതേഴ്സ്. ഒരാളുടെ മനസ്സിലുള്ള ഫീലിംഗ് മറ്റുള്ള ആളോട് അല്ലെങ്കിൽ ആളുകളോട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം അതാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് നമുക്ക് വരുന്ന ചോദ്യം ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന് ഹിസ്റ്ററി ഉണ്ട് മക്കളെ. അപ്പം എന്താണ് ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ഹ്യൂമൻ ബീങ്സ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് യൂസിങ് ജസ്റ്റേഴ്സ്, സൗണ്ട്സ് ആൻഡ് എക്സ്പ്രഷൻസ്. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററിയിൽ കൂടെയാണ് കേട്ടോ നമ്മളൊന്ന് പോയി നോക്കുന്നത്. പ്രീ ഹിസ്റ്റോറിക് ടൈം, ഹിസ്റ്ററി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ചരിത്ര രേഖകൾ എഴുതപ്പെടുന്ന രേഖകളല്ലേ ചരിത്രം. അപ്പം അത് ഉണ്ടാകുന്നതിന് എഴുതപ്പെടുന്ന കാലഘട്ടത്തിന് മുമ്പ്, അതാണ് പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. ഹ്യൂമൻ ബീങ്സ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് യൂസിങ് ജസ്റ്റേഴ്സ്, സൗണ്ട്സ് ആൻഡ് എക്സ്പ്രഷൻ. അന്ന് ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയോ അല്ല, അവരെന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേഷന് ഭാഷകളൊന്നും ഇല്ലെങ്കിലും അവർ ആംഗ്യം കാണിച്ചു, സൗണ്ട്സ്, ഓരോ ഒച്ചകൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ എക്സ്പ്രഷൻ, അവരോരോ എക്സ്പ്രഷൻ ഇട്ടു. അങ്ങനെ എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൾസോ ഹാസ് എ ലോങ് ഹിസ്റ്ററി. പിന്നെ നമ്മളെ റിട്ടൺ കമ്മ്യൂണിക്കേഷനും എഴുതുന്ന കമ്മ്യൂണിക്കേഷനും എന്തുണ്ട്? അതിനുണ്ട് ഒരുപാട് ലോങ് ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് കാലം മുമ്പേ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ ഇൻവെൻഷൻ ഓഫ് പേപ്പർ. ദ ഇൻവെൻഷൻ ഓഫ് പേപ്പർ, പേപ്പർ ആരാ കണ്ടെത്തിയത്? ചൈനയാണ് കണ്ടെത്തിയത്. വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഇൻവെൻഷൻ ഓഫ് പേപ്പർ. അതുവരെ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇലയിലൊക്കെ എഴുതി വെക്കുക, അല്ലെങ്കിൽ കല്ലുമേൽ എഴുതി വെക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ പേപ്പറാണ് കണ്ടെത്തിയാരെ എല്ലാവരും എന്ത് ചെയ്തു? പേപ്പറിൻ്റെ ഇൻവെൻഷൻ പേപ്പറിലൂടെ എല്ലായിടത്തേക്കും ഷെയർ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. നാലാമത്തത് ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിങ് വാസ് അനദർ ലാൻഡ്മാർക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അനദർ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിങ് ആണ്. ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിങ് കൂടി കണ്ടെത്തിയാൽ എന്ത് ചെയ്തു? എല്ലാ ഇടത്തേക്കും പിന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ വ്യാപിച്ചു. ടുഡേ വി ആർ ലിവിങ് എ ടൈം വേർ ദ ഹോൾ വേൾഡ് ഈസ് കണക്റ്റഡ് ലൈക്ക് എ ഗ്ലോബൽ വില്ലേജ്. ഇപ്പം ഇന്നെന്താ? ഇന്നൊക്കെ ഡിജിറ്റലൈസ്ഡ് ആയി, പേപ്പറൊക്കെ പോയി, ഇന്നൊക്കെ ഡിജിറ്റലൈസ്ഡ് ആയി. ഇന്നൊക്കെ എന്തായത്? ഹോൾ വേൾഡ് ഈസ് കണക്റ്റഡ് ലൈക്ക് എ ഗ്ലോബൽ വില്ലേജ്. എല്ലാ ലോകം എന്ത് ചെയ്ത് ഒരു ഗ്ലോബൽ വില്ലേജ് ആയി മാറിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ രീതിക്ക് പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിട്ടൺ ഹിസ്റ്ററിക്കും റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ലോങ് ഹിസ്റ്ററി ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ചൈനയിൽ പേപ്പർ ഇൻവെൻഷൻ ഓഫ് പേപ്പർ, അതുപോലെ തന്നെ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിങ് പ്രസ്, അതൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ആയിരുന്നു എന്ന് പറയാം. പിന്നെ ടുഡേ വി ആർ ലിവിങ് ഇൻ എ ഗ്ലോബൽ വില്ലേജ്. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററിയും നമുക്കറിയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്തത് നമ്മളോട് പറയുന്നത്, അപ്പോൾ അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇത് ഒന്നുകൂടി മലയാളത്തിൽ, പിന്നെ വേണ്ട ആൾക്കാർ ഒന്നുകൂടി മലയാളം നോക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാവും, എന്നിട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് പിന്നീട് വരുന്ന ആരാണ് ഈ സെൻഡർ? ഹൂ ഈസ് സെൻഡർ? ഹൂ ഈസ് റിസീവർ? ആരാണ് ഈ സെൻഡർ? ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം ആരാണ് സെൻഡർ? സെൻഡർ പറഞ്ഞാൽ നടുവ് നിൽക്കുന്ന ആളല്ല സെൻഡർ, അത് വേറെ സെൻഡറാണ്. ഇത് സെൻഡർ ചെയ്യുന്ന ആളാരാ? ഹൂ പ്രൊഡ്യൂസസ് ദ മെസ്സേജ് ആൻഡ് പാസസ് ഇറ്റ് ടു ദ റിസീവർ. ആരാണ് സെൻഡർ എന്ന് പറഞ്ഞാൽ ഹൂ പ്രൊഡ്യൂസസ് ദ മെസ്സേജ്, ആരാണോ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്, ആൻഡ് പാസസ് ടു ദ റിസീവർ, റിസീവറിലേക്ക് പാസ് ചെയ്യുന്ന ആളെ നമ്മൾ സെൻഡർ എന്ന് വിളിക്കും. ഹൂ ഈസ് റിസീവർ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ പാസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ റിസീവറിന് അയച്ചു കൊടുത്ത പാസ് ചെയ്തല്ലേ, ഹൂ റിസീവ്സ് ദ മെസ്സേജ് ഈസ് ദ റിസീവർ. അപ്പം സിമ്പിളായിട്ട് മനസ്സിലായി സെൻഡർ ആരാ റിസീവർ ആരാ എന്നുള്ളത്. നമുക്കൊരു 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മുടെ കോഴ്സസിനെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ നമ്മുടെ കോഴ്സസ് എല്ലാവരും താല്പര്യമുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക 3rd മൊഡ്യൂളാണ്. അപ്പോൾ 3rd മൊഡ്യൂളിൽ നല്ലൊരു ബേസ് ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും ഉപകാരപ്രദമാവും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ.